എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചക്ക ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയതാണ്. അപ്പോൾ അമ്മ അത് ഞങ്ങളത് വേവിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചക്ക ഇപ്പം അമ്മ ചെത്തുകയാണ്. ഇവിടെ ഇങ്ങനെ തന്നെ നിർത്തിയാണ് ചെത്തുന്നത്. മിക്കവാറും ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ ഈ ചക്ക ഒരു 4ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഒക്കെയാണ് വെക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെത്ത്. ഇതാകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് നിർത്തി തന്നെ ഇങ്ങനെ ചെത്തുന്നതാണ് ഒന്നുകൂടെ എളുപ്പം. അതെ, അപ്പം ചെത്തിയ ചക്ക ഇപ്പോൾ കുത്തിയിടുവാണ്. ആ ചക്ക കുത്തിയിടുക. ആ ചക്ക അമ്മ കുത്തിയിടുന്ന കണ്ടോ? വാവ കണ്ടോ? ഇതിൻ്റെ കൂഞ്ഞൊക്കെ നല്ലതാ തോരൻ വെക്കാൻ. ചക്കക്കുരുവും കൂഞ്ഞും ഒക്കെ ഒന്നാമതില്ലാത്ത സമയമാണ്, അതുകൊണ്ട് ആരും ചവണി പോലും കളയത്തില്ലല്ലേ. അതെ, ഇതിൻ്റെ പാട നല്ലതാ. പാടയൊക്കെ ഇത് ഉണക്കിയെടുത്ത് വെച്ച് പിള്ളേർക്കൊക്കെ വറുത്ത് കൊടുക്കാൻ നല്ലതാ. അപ്പോൾ ചക്കയുണ്ട് അരിഞ്ഞ് കുക്കറിൻ്റെ അകത്ത് പെട്ടെന്ന് വേവിക്കാൻ വേണ്ടി കുക്കറിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് അരിഞ്ഞ്. അതിനുള്ള കൂട്ടാണ് കരിയാപ്പില, തേങ്ങ, പിന്നെ കാന്താരി, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ പൊടി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ അരപ്പാണെങ്കിൽ അരച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഞങ്ങൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിക്കൊന്നും പിടിക്കണ്ട, ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ, ഒറ്റ വിസിലോടുകൂടി ചക്ക ഇവിടെ റെഡിയാവും. അതാണ്ട് ഈ ഒരു കപ്പ്, ഇത് ഗ്ലാസ്സിനാകുമ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമുണ്ട്. കപ്പിനാ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അരപ്പ ഇടുന്നു. ചക്ക വെന്ത് കാണും. ഒരു വിസിൽ വന്നിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയി. ചക്ക വെന്തു. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് ഒറ്റ വിസിലോടുകൂടി പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കുക്കറിൻ്റെ അകത്ത് തന്നെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്.